നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. മെയ്ഡ്സ്റ്റോൺ മലയാളി അസോസിയേഷൻ ഓൾ UK ഫുട്ബോൾ ടൂർണമെന്റ് ജൂലൈ 14-ന് മെയ്ഡ്സ്റ്റോൺ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഓൾ UK 7A സൈഡ് ഫുട്ബോൾ ടൂർണമെന്റ് ജൂലൈ 14 ഞായറാഴ്ച ഗലാഗർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നു. UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കരുത്തന്മാരായ ടീമുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഇത്തവണയും ഫുട്ബോൾ മത്സരങ്ങൾ അണിയിച്ചൊരുക്കുന്നത്. UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. രുചികരമായ നാടൻ ഭക്ഷണശാലകളും റിഫ്രഷിംഗ് കൗണ്ടറുകളും സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ കാണികൾക്ക് പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൂർണമെന്റിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി സ്പെഷ്യൽ കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് MMA ടൂർണമെന്റ് കോർഡിനേറ്റർമാരായ ജോർജ് ഫിലിപ്പ്, നോബൽ ലോറൻസ്, ജോസ് കുര്യൻ എന്നിവർ അറിയിച്ചു. ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസർമാർ ക്യൂലിഫ് കെയർ, എക്സലന്റ് ഫിനാൻഷ്യൽ സർവീസസ്, സ്വിഫ്ടെക് കമ്പ്യൂട്ടർ, കെന്റ് കേരള സ്പൈസസ്, നിസ എന്നിവരാണ്. ഇംഗ്ലണ്ടിൽ വില്ലൻ ചുമ കേസുകൾ വർദ്ധിക്കുന്നു. 2023 നവംബർ മുതൽ വില്ലൻ ചുമ മൂലം 9 കുഞ്ഞുങ്ങൾ മരിച്ചതായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി പറയുന്നു. മെയ് മാസത്തിൽ സ്ഥിരീകരിച്ച കണക്കുകൾ പ്രകാരം 2591 കേസുകളാണ് ഇംഗ്ലണ്ടിൽ കാണിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ഗണ്യമായ കൂടുതലാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് അപകടകരമായ വില്ലൻ ചുമ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം വാക്സിനേഷനാണെന്നും നവജാത ശിശുക്കളും ഗർഭിണികളായ സ്ത്രീകളും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും NHS പറയുന്നു. ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിലെ ഏറ്റവും തിരക്കേറിയ മാസമായി ജൂൺ. 2024 ജൂണിൽ മൊത്തം 7.4 ദശലക്ഷം ആളുകൾ ഹീത്രൂ വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തതായി റിപ്പോർട്ടുകൾ. ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെ ഈ കണക്കുകൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ടീമുകൾ ഉൾപ്പെടെ 90,000-ലധികം ജീവനക്കാർ വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്നു. ശക്തമായ ബാഗേജ് സേവനം ഉറപ്പാക്കുന്നതിനും യാത്രയുടെ ഓരോ ഘട്ടത്തിലും യാത്രക്കാരെ സഹായിക്കുന്നതിനും വിമാനത്താവളത്തിന്റെ ഓരോ ടെർമിനലുകളിലുടനീളം ഈ ടീമുകൾ ഒപ്പമുണ്ടാകുമെന്ന് എയർപോർട്ട് അറിയിച്ചു. ചരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ 2023 അപേക്ഷിച്ച് 13.5% വർധനവുണ്ടായി. 2024 ജൂണിൽ 2,60,000-ലധികം യാത്രക്കാരുമായി തുടർച്ചയായ 5 ദിവസങ്ങളാണ് ഹീത്രൂ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. നിങ്ങളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആയാൽ അത് എങ്ങനെ റിന്യൂ ചെയ്യാമെന്ന് നോക്കാം. സാധാരണ കേസിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് 20 വർഷത്തെ വാലിഡിറ്റിയോ അല്ലെങ്കിൽ 40 വയസ്സോ വരെയാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസിന്റെ കാലാവധി. അതിനുശേഷം 10 വർഷത്തേക്ക് റിന്യൂ ചെയ്യാം. ഇതേ തുടർന്ന് എല്ലാ 5 വർഷവും ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യേണ്ടതായി വരും. ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള നിയമത്തിൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഗവൺമെൻറ് വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. അതായത് ലൈസൻസ് എക്സ്പയർ ആകുന്നതിന് 1 മാസം മുൻപ് റിന്യൂ ചെയ്യുന്നതാണ് ഉചിതം. അതിനുശേഷം 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. ലൈസൻസ് എക്സ്പയർ ആയതിന് 30 ദിവസത്തിന് ശേഷം റിന്യൂ ചെയ്യുകയാണെങ്കിൽ പിഴ അടയ്ക്കേണ്ടതായി വരും. ഈ കാലയളവ് 1 വർഷമോ അതിൽ കൂടുതലോ ആയാൽ ഓരോ വർഷവും 1000 രൂപ നിരക്കിൽ പിഴ അടയ്ക്കേണ്ടതായി വരും. ഈ കാലാവധികളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരു ലൈസൻസിന് അപേക്ഷിക്കുന്നത് പോലെ ചെയ്യേണ്ടതായി വരും. ഇനിയും ഓൺലൈനായി എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി പരിവാഹൻ സേവ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഓൺലൈൻ സർവീസസ് ബോക്സിൽ കാണുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ അപ്ലൈ ഫോർ DL റിന്യൂവൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് ഓപ്പൺ ആവും. ഇത് വായിച്ചതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ വരുന്ന പേജിൽ നമ്മുടെ എക്സ്പയർ ആയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇടുക. എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ട പേജ് ഓപ്പൺ ആകും. ഇതിനായി വരുന്ന ഡോക്യുമെൻറ്റ്സ് ഇവയാണ്: ഫോം നമ്പർ 9, എക്സ്പയർ ആയ ഡ്രൈവിംഗ് ലൈസൻസ്, അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, ഫോം 1, ഫോം 1A, മൊബൈൽ നമ്പർ എന്നിവ നേരത്തെ തയ്യാറാക്കി വയ്ക്കുന്നതാണ് നല്ലത്. കേരളത്തിലെ നിയമപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ 1 വർഷത്തിൽ കൂടുതൽ താമസിച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകണമെന്നതാണ് ഇപ്പോഴത്തെ നിയമം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ UK സർവകലാശാലകൾ വെല്ലുവിളികൾ നേരിടുന്നു. പുതിയ വിസ നിയന്ത്രണങ്ങളും ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളും അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റിനെ ദോഷകരമായി ബാധിക്കുമെന്ന് പല സർവകലാശാലകളും മുന്നറിയിപ്പ് നൽകുന്നു. വരുമാനത്തിനായി അന്തർദേശീയ വിദ്യാർത്ഥികളെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ ഇത് വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്നു. ഉയർന്ന ഫീസ് നൽകുന്ന വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പല സർവകലാശാലകളും റിക്രൂട്ട്മെന്റ് ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതായി ഹോം ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ കാണിക്കുന്നു. ഇത് UK സർവകലാശാലകളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. സ്പോൺസർ ചെയ്ത പഠന വിസകൾക്കുള്ള അപേക്ഷകളിൽ 40% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. സോഫ്റ്റ്വെയർ കമ്പനിയായ എൻറോളിയുടെ കണക്കനുസരിച്ച് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണം 55% ഇടിവുണ്ടായി.
ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണം 23% കുറഞ്ഞു. ഇക്കഴിഞ്ഞ ജനുവരി മുതൽ ബിരുദാനന്തര കോഴ്സുകളോ ബിരുദങ്ങളോ എടുക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളെയോ ആശ്രിതരെയോ സ്റ്റുഡൻസ് വിസയിൽ കൊണ്ടുവരാൻ കഴിയില്ല. 8 വർഷമായി ആഭ്യന്തര ട്യൂഷൻ ഫീസ് 9,250 പൗണ്ടാണ്. ഇതുമൂലമാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ ഡേറ്റ ഹീയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് കോർവർ പറഞ്ഞു. ഇംഗ്ലണ്ട് യൂറോ കപ്പ് ഫൈനലിൽ എത്തിയതിൻ്റെ ആവേശത്തിമിർപ്പിൽ ഇംഗ്ലണ്ട്. യൂറോ 2024 ഫൈനലിനായി 2 പ്രധാന സൂപ്പർ മാർക്കറ്റുകൾ ഇംഗ്ലണ്ടിലെ തങ്ങളുടെ ചില സ്റ്റോറുകൾ ഞായറാഴ്ച നേരത്തെ അടയ്ക്കും. ടെസ്കോയും സെയിൻസ്ബറീസും തങ്ങളുടെ സ്റ്റോറുകൾ നേരത്തെ അടയ്ക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫൈനൽ മത്സരം നടക്കുന്ന ദിവസം വൈകിട്ട് 7:30-ന് 1800ഓളം വരുന്ന എക്സ്പ്രസ് സ്റ്റോറുകൾ അടച്ചിട്ടുകൊണ്ടാണ് തൊഴിലാളികൾക്ക് കളി കാണാൻ സൗകര്യമൊരുക്കുക. ഈ സ്റ്റോറുകൾ സാധാരണയായി രാത്രി 10-നോ അല്ലെങ്കിൽ 11-നോ ആണ് അടയ്ക്കുന്നത്. ബുധനാഴ്ച നടന്ന സെമി ഫൈനലിൽ നെതർലാൻഡ്സിനെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിലെത്തിയത്. ഞായറാഴ്ച ബെർലിനിൽ നടക്കുന്ന ഫൈനലിൽ രാത്രി 8 മണിക്ക് ഇംഗ്ലണ്ട് സ്പെയിനിനെ നേരിടും. ഞായറാഴ്ച പകൽ സമയത്ത് സ്റ്റോറുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്നും ടെസ്കോ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഞായറാഴ്ചയിലെ എല്ലാ ഓൺലൈൻ ഓർഡറുകളും സാധാരണ പോലെ തന്നെ ഡെലിവറി ചെയ്യും. ഇംഗ്ലണ്ടിലെ സ്റ്റോറുകൾ മാത്രമായിരിക്കും നേരത്തെ അടയ്ക്കുക. വെയിൽസിലെയും സ്കോട്ട്ലൻഡിലെയും നോർത്തേൺ അയർലൻഡിലെയും സ്റ്റോറുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.